കേരളം കടക്കണിലാണ്. ഏകദേശം 4.5 ലക്ഷം കോടി രൂപയാണ് പിണറായി വിജയൻ നമുക്ക് ഇട്ടിട്ട് പണിഞ്ഞു പോയിട്ടുള്ളത്. ഇതാണ് ഇപ്പോ ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സമയത്ത്, അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഏകദേശം 1.57 ലക്ഷം കോടി രൂപയായിരുന്നു കടം കേട്ടോ. അത് കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ പിണറായി സർക്കാർ ഉണ്ടാക്കിയതാണ് 4.5 ലക്ഷം കോടി രൂപയുടെ കടം. എന്തിനായിരിക്കാം ഇത്രമാത്രം കടമെടുത്തിരിക്കുന്നത്? ഓരോ മനുഷ്യന്മാരും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം ഇന്ന് ഞാനും നീയും അടക്കമുള്ള 3.5 കോടി ജനങ്ങള്, ഓരോ മനുഷ്യനും 1 ലക്ഷത്തിന് മുകളിൽ കടമുള്ള ആളുകളാണ്. ഈ സർക്കാരിന്റെ കടം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനും നീയൊക്കെ 1,20,000 രൂപയുടെ അടുത്തോളം കടമുള്ള ആളുകളാണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനായിരുന്നു ഇവർ കടമെടുത്തത്? അതിനി പിണറായി ആണെങ്കിലും ശരി, ഇനിയിപ്പോ സതീശനാണെങ്കിലും ശരി, അത് കഴിഞ്ഞ മുഖ്യമന്ത്രിമാരായിരുന്നെങ്കിലും ശരി, എന്തിന് കടമെടുക്കുന്നത്? നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്. പെൻഷൻ തരണം, അതേപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണി അങ്ങ് പറയാം എന്നുള്ളതാണ്. ഇവിടെ ഉമ്മൻചാണ്ടി എന്തിനാണ് കടമെടുത്തത്? ആദ്യം അത് നോക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാമല്ലോ. അപ്പോ കടമെടുത്തത് എന്തിന്? ഈ കടമെടുപ്പിനെ പിണറായി സർക്കാർ പറഞ്ഞിരുന്നത് ഇതൊരു മൂലധന നിക്ഷേപമായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കിഫ്ബിയുടെ പേരിലാണ് കടമെടുത്തിട്ടുള്ളത്. ഈ കിഫ്ബി എന്താണെന്ന് വ്യക്തമായിട്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള, ഒരുപക്ഷെ കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും മുകളിൽ നിർത്തുന്ന ആ വികസന പ്രവർത്തനങ്ങൾ ചെയ്തത് കിഫ്ബി മുഖാന്തരമാണ് എന്നുള്ളതാണ്. കിഫ്ബിയിലാണ് ഏറ്റവും കൂടുതൽ കടം വാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഈ കിഫ്ബി കൊണ്ട് ഇപ്പൊ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത് ഊളത്തരമാണ് എന്നുള്ളതാണ്. ഇവിടെയുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും, അത് റോഡാണെങ്കിലും അല്ലെങ്കിൽ പാലങ്ങളാണെന്നുണ്ടെങ്കിലും സ്കൂൾ കെട്ടിടങ്ങളാണ് എന്നുണ്ടെങ്കിലും ഹൈടെക് ആക്കിയ നമ്മുടെ ഓരോ വികസനങ്ങളും കിഫ്ബി മുഖാന്തരം നടന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോ കിഫ്ബിയെ തള്ളിക്കളയാനും കിഫ്ബി എടുത്തു കളയാനുള്ള ശ്രമങ്ങളൊക്കെ തുടക്കത്തിൽ ഇവർ നടത്തിയെങ്കിലും പിന്നീട് ആ കാലം അങ്ങ് തിരിച്ചു വെച്ചു. കാരണം ജനങ്ങൾ ഭാവിയിൽ അത് മനസ്സിലാക്കുന്നുള്ളതാണ്. പിണറായി സർക്കാരിനോട് അല്ലെങ്കിൽ പിണറായിയോടുള്ള വിദ്വേഷം കാരണം മനഃപൂർവ്വം ഇവിടെ ഈ സർക്കാരിനെ താഴെ ഇറക്കിയ ആളുകൾ ഇപ്പോൾ ഖേദിക്കുന്നതും കാണുന്നുണ്ട്. കാരണം വി ഡി സതീശൻ ഇവിടെയുള്ള യുവജനങ്ങളെയും സ്ത്രീകളെയും കയ്യിലെടുത്ത ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മോഡിഫിക്കേഷൻ ശരിക്ക് ഒരു പാഴ്വാക്ക് തന്നെയായിരുന്നു. അതുകൂടാതെ കേരളത്തിൽ ഏത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം, ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞ വാക്കുകളും നമ്മൾ കേട്ടു. ഫ്രീ എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഏറ്റവും കൂടുതൽ വോട്ടുകൾ സ്ത്രീകൾക്കാണ്, അവരെ കൈക്കലാക്കുന്നു. അതുപോലെ തന്നെ യുവാക്കളെയും കൈക്കലാക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ട്രിക്ക്. നോക്കാം, ആ 4,500 കോടി രൂപ എന്തിന് കടമെടുത്തു? ഈ 4.5 ലക്ഷം കോടിയിൽ നിന്നും 1.16 ലക്ഷം കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെച്ചത്. അതിൽ 96,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ 14 ജില്ലകളിലായിട്ട് നടന്നിട്ടുണ്ട്. റോഡുകൾ, പാലങ്ങൾ, ഹൈടെക് സ്കൂൾ, IT പാർക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ. 20,000 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ NH-66 കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ബഹളങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം ഭൂമി കിട്ടുക എന്നുള്ളതായിരുന്നു, ഭൂമി വാങ്ങുക എന്നുള്ളതായിരുന്നു. എന്നാൽ വികസനത്തിന് വേണ്ടി കടമെടുത്ത തുകയിൽ നിന്നും 20,000 കോടി രൂപ മാറ്റിവെച്ചാണ് വൻകിട വ്യവസായ പാർക്കുകൾക്കും ദേശീയപാത വികസനത്തിനുമായി ഭൂമി ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ മൂടി വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിണറായി സർക്കാർ ഈ പണമെല്ലാം പോക്കറ്റിലിട്ട് കൊണ്ടു നടന്നു, മുക്കി എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ മുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടക്കമുള്ള ആളുകൾ പ്രതികരിക്കണം. പക്ഷെ ആ ഫണ്ട് എന്തിനു ഉപയോഗിച്ചു എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനിയുമുണ്ടല്ലോ ബാക്കി തുക അല്ലേ. ഈ തുക എന്തിന് ചെലവഴിച്ചു? നമുക്ക് നോക്കാം. 2 പ്രളയം, കോവിഡ്, നിപ്പ, പിന്നെ ഓഖി, അങ്ങനെ പല രീതിയിലുള്ള ദുരന്തങ്ങളും കേരളം ഈ 10 വർഷത്തിനിടയിൽ അനുഭവിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ദുരന്ത ബാധിതർക്ക് നൽകുന്നതും. അതുകൂടാതെ ഇവിടെ കോവിഡ് സമയത്തൊക്കെ ഭക്ഷ്യ കിറ്റുകളെല്ലാം നൽകിയിരുന്നത്. ഇതൊക്കെ ഈ ഫണ്ടിൽ നിന്ന് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതായത് 50 ലക്ഷത്തിലധികം പാവപ്പെട്ടവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം,
മുൻ സർക്കാരുകൾ വരുത്തിവെച്ച 1.57 ലക്ഷം കോടിയുടെ കടത്തിന്റെ പലിശ എന്നിവ കൃത്യമായി കൊടുത്തു തീർത്തത് ഈ പണത്തിൽ നിന്നാണ് എന്ന് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. ഓക്കെ, വെറുതെ അങ്ങ് കടമെടുത്ത് പോക്കറ്റിൽ വെച്ചതല്ല, അത് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. പുതിയ കണക്കുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഫണ്ട് ഏതൊക്കെ രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളത് അതിലേക്ക് നമുക്ക് കടക്കാം. മലയോര ഹൈവേ, അതേപോലെ തീരദേശ ഹൈവേ എന്നിവക്കായി 3500 കോടിയിലധികം രൂപയും വ്യവസായ ഇടനാഴികൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ വലിയ തുകയും ഈ കടത്തിൽ നിന്നാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അടുത്ത കണക്കാണ് വിഴിഞ്ഞം പോർട്ടും കൊച്ചി മെട്രോയും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ നിർമ്മാണം വേഗത്തിലാക്കാനും വലിയ കപ്പലുകൾ അടുപ്പിക്കാനും കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട വികസനങ്ങൾക്കുമായി ആയിരക്കണക്കിന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ കടത്തിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കടം വാങ്ങുന്നത് ഇതിനൊക്കെ തന്നെയാണെന്നുള്ളതാണ്. ഏകദേശം 205 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ പൊതുകടം എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഏത് രീതിയിലാണ് പറയുന്നത്? ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും ഇവിടെ കോൺഗ്രസ്സുകാര് ഈ BJPയെ കുറ്റം പറയുന്നില്ല. നിയമസഭയിൽ വന്ന് പിണറായി സർക്കാരിനെ കുറിച്ച് മാത്രമേ കുറ്റം പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രമാത്രം കടം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലില്ല. പ്രളയം നടന്നിട്ട് നമുക്ക് അരി തന്നല്ലോ അല്ലെ, ആ അരിക്ക് പോലും എണ്ണി പണം തിരിച്ചു വാങ്ങിയ BJPയെ കുറിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ UDFനുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഇടതും വലതും മാറി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ BJP വന്ന് ഇരിക്കണം എന്നല്ല. BJPക്ക് ഓഫീസ് ഇട്ട് കൊടുത്ത ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. അതുപോലെ തന്നെ VD സതീശൻ ഒരു ഫ്ലൈറ്റ് കയറി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമല്ലോ. അതിന്റെ ഫണ്ട് പോലും കൊടുത്തത് ആരാണെന്ന് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇവിടെ ഇടതും വലതും വരണം, BJP കയറി വന്നിരുന്ന മൂഞ്ചി. അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, അടുത്തത് ബജറ്റിന് പുറത്തു നിന്ന് കടമെടുത്ത് വികസനം നടത്താൻ രൂപീകരിച്ച കിഫ്ബി വഴി മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം 80,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയത്. ഇതിൽ വലിയൊരു പങ്ക് തുക ഇതിനോടകം വിനിയോഗിച്ചു കഴിഞ്ഞു. കിഫ്ബി എന്തൊക്കെയാണ് ചെയ്തതെന്ന് വ്യക്തമായി നമുക്ക് അറിയാവുന്ന കാര്യമാണെന്നുള്ളത്. കിഫ്ബി പണം ഉപയോഗിച്ച് 5000 കോടിയോളം രൂപ ചിലവഴിച്ചാണ് കേരളത്തിലെ സർക്കാർ സ്കൂൾ ഹൈടെക് ആക്കിയതും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതും. അതുപോലെ സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി ഉദ്ദേശിച്ച് 3000 കോടിയിലധികം രൂപയാണ് ചിലവഴിച്ചത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട സാധനമാണ് നാഷണൽ 66. അതിന് 5580 കോടി രൂപയുടെ ഭൂമിയാണ് നമ്മൾ എടുത്തത്. ആ ഒരു ഫണ്ടും ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ലേ കേട്ടോ. ഇനി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കിയാലോ, 1,57,370 കോടി രൂപയാണ് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് കടം ഉണ്ടാക്കി പോയിട്ടുള്ളത്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് എന്നും കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കണം. നമുക്ക് നോക്കാം. കൊച്ചി മെട്രോ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടങ്ങിയ വൻകിട പദ്ധതികളുടെ തുടക്കത്തിനും നിർമ്മാണത്തിനുമായി വലിയ തുക ഉമ്മൻചാണ്ടി സർക്കാർ വിനിയോഗിച്ചിട്ടുണ്ട്. കാരുണ്യ ഫെലോഷിപ്പ് പോലുള്ള ആരോഗ്യ പദ്ധതികൾക്കും സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾക്കും പണം അന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ കടമെടുത്ത തുകയുടെ നല്ലൊരു പങ്ക് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനും പെൻഷൻ വിതരണത്തിനും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത കാര്യമാണ് കേട്ടോ. എന്നാൽ പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഞാൻ വീടിന്റെ ഇടയിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണെന്നുള്ളതാണ്. കിഫ്ബി വഴി ഒരുപാട് റോഡുകള്, ഹൈടെക് കെട്ടിടങ്ങൾ, സ്കൂളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 4500 ലക്ഷം കോടി രൂപ വെറുതെ അങ്ങ് എടുത്തതല്ല. 2018-2019 വർഷങ്ങളിൽ മഹാപ്രളയം, COVID-19 മഹാമാരി എന്നിവ പ്രതിരോധിക്കാനും ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റുകളും ചികിത്സയും ഉറപ്പാക്കാനും വലിയ തോതിൽ കടമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും അത് കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്തതിലൂടെ വലിയൊരു തുക ഇതിനായി മാറ്റിവെക്കേണ്ട ഒരവസ്ഥയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആരാണ് ഇതിൽ വികസനത്തിൽ ഏറ്റവും ടോപ്പായി നിന്നിരുന്നെന്ന് കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ നോക്കാം. വലിയ മാതൃകാ വികസനങ്ങൾക്ക്, അതായത് പദ്ധതികൾക്ക് തുടക്കം ഇടുക എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു പ്രത്യേകത. അതില് വിഴിഞ്ഞം പോർട്ട്, മെട്രോ, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, സ്മാർട്ട് സിറ്റി എന്നിവയ്ക്കൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ വളരെ വേഗത്തിൽ നടത്തിയ പദ്ധതികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ UDF സർക്കാർ വൻകിട വികസനങ്ങൾ നടത്തി എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല.
ചില അപാകതകളും ചില പ്രശ്നങ്ങളും പാലം പണി പൊളിയലും കാര്യങ്ങളൊക്കെ ഉള്ളത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വികസന പ്രവർത്തനം നടത്താതെ ഒരു മന്ത്രിസഭയ്ക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇവിടെ പിണറായി വിജയനോടുള്ള ഒരു ജനരോക്ഷമാണ്. എന്താണ് ജനരോക്ഷത്തിന് പ്രധാന കാര്യങ്ങൾ എന്ന് നമുക്ക് ഇതിനിടയിലൂടെ തന്നെ പറയാം. അത് കഴിഞ്ഞ് പിണറായി വിജയന്റെ ഒരു ശൈലി എന്തായിരുന്നു? അടിസ്ഥാന സൗകര്യ വികസനവും ജനക്ഷേമവും ഒരുപോലെ കൊണ്ടുപോകാനാണ് ഇദ്ദേഹം ശ്രമിച്ചത് എന്നുള്ളതാണ്. സ്കൂളുകളും ആശുപത്രികളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കുന്നു, ദേശീയപാത 66 അതിവേഗത്തിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രളയം, കോവിഡ് പോലുള്ള കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ ഈ വികസനങ്ങൾ നടന്നത് വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. ഇത്രമാത്രം പ്രശ്നങ്ങൾ നടന്നിട്ടും വികസനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്തൊക്കെയായാലും രണ്ട് സർക്കാരും നല്ല രീതിയിൽ ഭരിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച പിണറായിയോട് ദേഷ്യം തോന്നാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചിരിക്കാൻ അറിയില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, നടേശനെ വെള്ളംമുള്ളി നടേശനെ വണ്ടിയിൽ കയറ്റി ഇരുത്തി എന്നുള്ള ഒരു കാര്യം കൂടിയാണെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും വലിയ കോമഡി, ഇവിടെ BJPയെ എതിർത്ത് നിന്നു എന്നുള്ളത് തന്നെയാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് കാലിൽ പോയി വീഴുന്നു, വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ അടുത്ത് പോകുന്നു, ഒരു കുഴപ്പമില്ല. അതായത് BJP അനുഭാവമുള്ള ആളുകളോടും BJPക്കാരോടും സ്നേഹം തോന്നുകയും അവർക്ക് ഓഫീസ് ഉണ്ടാക്കി കൊടുക്കുകയും അതൊന്നും കൂടാതെ അവർ പണം ചെലവാക്കിയ പ്രൈവറ്റ് ജെറ്റില് എവിടൊക്കെയോ പോയി ഇറങ്ങുന്നു, ആർക്കൊക്കെയോ കൈ കൊടുക്കുന്നു. ഇതൊന്നും പിണറായി ചെയ്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല പിണറായി വിജയനെ. അതുകൊണ്ട് താഴെ ഇട്ടതാ. ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ ധാർഷ്ട്യം അത് അപകടമാണ് എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളും. ഇപ്പോ VD സതീശൻ ആ സീറ്റിൽ കയറിയിരിക്കുന്നുണ്ടല്ലോ, ഇടതും വലതും BJPക്കാർ തന്നെയാണല്ലോ ഉള്ളത്. നല്ല സപ്പോർട്ടാണ്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പിണറായി വിജയനെ ഒന്നും എണീറ്റ് നിന്ന് കൈകൂപ്പിക്കൊണ്ട് ഒരു BJPക്കാരും അടിപൊളി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ? നട്ടല് പണയം വെക്കാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും അടിമയല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിനർത്ഥം VD സതീശൻ ചെയ്യുന്നതോ UDF ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും ഞാൻ ഒരിക്കലും താഴ്ത്തിക്കെട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇവിടെ വാഹന മോഡിഫിക്കേഷൻ നിയമം അതാ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം നൽകി. അതെന്താന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ്സുകളിൽ ശബ്ദം വെക്കാം, നല്ല ലൈറ്റുകൾ വെക്കാം, കുട്ടികൾക്ക് ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടും. പകരം ഇവിടെയുള്ള വോട്ടർമാരായിട്ടുള്ള യുവജനങ്ങളെ അങ്ങ് മൂഞ്ചിച്ചു. അതുകൊണ്ട് തൂക്കി മുഖ്യമന്ത്രിയെ എല്ലാരും കൂടെ അങ്ങ് തൂക്കി എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ പണം എടുത്തത്, ഈ കടം എടുത്തത് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവര് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരും എടുത്തു കടങ്ങള്. അതെന്തിനാണ് എടുക്കുന്നത്? ഇന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അത് നടത്തട്ടെ. ഇവരിറങ്ങിപ്പോകുമ്പോ എത്ര കടമുണ്ടാവും നമുക്ക് നോക്കാം. ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഇതാ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു. 2200 ചില്ലറ കോടി രൂപയുടെ മുകളിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോ വികസന പ്രവർത്തനങ്ങൾ നിലയ്ക്കുമോ? ഇവിടെയുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ ഇരിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇനി പേടിക്കേണ്ടത്. കാരണം ഇവിടെ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം കൊണ്ട് ഇപ്പൊ 4500 കോടി രൂപയാണ് കടമെങ്കിലും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇവിടെ പെൻഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ പ്രളയം വന്നു, ഞാൻ പറഞ്ഞു, ഇനിയും ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പോഴൊന്നും നമ്മൾ ഒരു തരത്തിൽ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ മുട്ടുമടക്കുന്നത് കാണുന്നുണ്ട്, അത് BJPയുടെ മുന്നിലാണ് എന്നുള്ളതാണ്. കേരളത്തിൽ സത്യത്തിൽ BJP ആണോ ഭരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ കണ്ടിട്ടുണ്ടാവും, സ്പീക്കർ പോലും ചട്ടം ലംഘിച്ചുകൊണ്ട് BJPക്കാർക്ക് അവസരം കൊടുക്കുന്നത്. ഇതൊക്കെയാണ് അപകടം എന്നുള്ളതാണ്. ഇവിടെ പൂക്കി സതീശനെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ഓരോ മുസൽമാന്മാരും നെഞ്ചത്തൊന്ന് കൈവച്ചോളൂ. കാരണം അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന BJPയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇദ്ദേഹം അംഗീകരിക്കുന്നു, ഇദ്ദേഹം ചേർത്ത് വെക്കുന്നു, ഇദ്ദേഹം തോളിൽ കൈയിടുന്നു, ഇദ്ദേഹം ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇനിയും ഉണ്ട് പറയാൻ, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതുവരെ സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.